ഹലോ, ഇന്നൊരു ട്രെയിൻ യാത്രയായാലോ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ബസ്സിന് പോകണോ ട്രെയിന് പോകണോ എന്നുള്ള ഒടുക്കത്തെ കൺഫ്യൂഷന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു തീരുമാനത്തിലെത്തി. ശരിയെങ്കിൽ ട്രെയിനിൽ തന്നെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ സ്റ്റേഷനിലെത്തി. അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ കൂടെയുള്ളത് സൊനാലാണ്. അവൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എന്ത് രസമുള്ള കാഴ്ചയെന്നറിയാവോ! ആ സ്റ്റേഷനും അതിൻ്റെ പരിസരവും ഫുള്ള് നല്ലൊരു സണ്ണി ഡേ കൂടെ ആയിരുന്നു എന്ന്. അതിനൊരു സന്തോഷം ഞങ്ങൾക്ക് വേറെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പൂക്കളും എന്ത് രസാ സ്ഥലം കാണാനെന്നറിയോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ട്രെയിൻ എത്തി. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് കേട്ടോ. ഞാനിവിടെ ബെൽഫാസ്റ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ മറന്നിരിക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ ചെറിയ ചെറിയ ഗുഹകളിലൂടെ ഈ ട്രെയിൻ കയറി പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഇനിയും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ അകംഭാഗം. ഇരിക്കണവളാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവൾ എൻജോയ് ചെയ്യണം, ഞാനും ഈ സൈഡിലിരുന്ന് എൻജോയ് ചെയ്യണം. പല പല കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷവും എന്ത് ഭംഗി നമ്മുടെ ഈ പ്രകൃതി. വളരെ അധിക രമണീയാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ പ്രകൃതി. അപ്പോൾ ഈ കടലും പുറത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെന ലൈൻ. ഇത് നമ്മുടെ ബെൽഫാസ്റ്റിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന ഒരു ഫെറി സർവീസാണ്. അതിൽ ഒത്തിരി, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളി സാധനങ്ങളും റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു 2-2.5 മണിക്കൂറോളം നീളുന്നൊരു യാത്രയായിരിക്കും നമുക്ക് ആ ഫെറി സർവീസിലൂടെ കിട്ടുക. പിന്നെ ഇതാ നമ്മുടെ ഈ യന്ത്രപക്ഷി, നമ്മുടെ ബെൽഫാസ്റ്റ് ജോർജ് ബെസ്റ്റ് ബെൽഫാസ്റ്റ് എയർപോർട്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഫ്ലൈറ്റ് കാണാനും ലാൻഡിങ് ടേക്ക് ഓഫൊക്കെ കാണാം. പിന്നെ ഇതാ ടൈറ്റാനിക് വാട്ടർ, നമ്മുടെ ടൈറ്റാനിക് നിർമ്മിച്ച സ്ഥലമാണ്. നമ്മുടെ ആ ഒരു ടൈറ്റാനിക് ബെൽഫാസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബെൽഫാസ്റ്റിലെ. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷൻ എത്തി. അത് ഞങ്ങൾ ഇറങ്ങി ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു. ചെന്നിട്ടാണ് വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 വഴിക്ക് വേറെ വരിഞ്ഞു. അടുത്ത ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.